എന്ത് ചെയ്താലും പറഞ്ഞാലും അവസാനം കുറ്റപ്പെടുത്തലിലും പരാജയത്തിലും കലാശിക്കുന്നുണ്ടോ? എങ്കിൽ സങ്കടപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുക, എന്നാൽ അത് വിജയത്തിൽ കലാശിക്കും. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ, അവൻ നിഷ്കളങ്കമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവർക്ക് വിജയമുണ്ടാകുമെന്ന് സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനത്തെ ആയത്തിലൂടെ അള്ളാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം നവാദുൽ ഹിക്കായത്തി സ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ കല്ലൂബ് ഇമാം പറയുന്നുണ്ട്. യുദ്ധവേളയിൽ ശത്രുവിനെ കീഴ്പ്പെടുത്തി അവസാനം അവനെ വധിക്കാനാവുന്ന സമയത്ത് പെട്ടെന്ന് മഹാനവറുകൾ എഴുന്നേറ്റ് പോന്നു. എന്തേ കാരണമെന്ന് അന്വേഷിച്ച മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അവൻ്റെ മേൽ ഇരിക്കുന്ന സമയത്ത് കാർക്കിച്ചു തുപ്പിയെന്ന്. തുപ്പിയപ്പോൾ അവനോട് വ്യക്തിപരമായ ഒരു വെറുപ്പ് തോന്നിയെന്ന്. ആ സമയത്ത് ഞാൻ അവനെ വധിച്ചാൽ അത് എൻ്റെ വെറുപ്പ് തീർക്കാൻ വേണ്ടി ആയിപ്പോകും. അപ്പോൾ വ്യക്തി താല്പര്യങ്ങൾ കടന്നു കയറുമ്പോൾ ഇഖ്ലാസ് നഷ്ടപ്പെടുന്നു. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അവൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നത്. റബ്ബിൻ്റെ ശറഈന് വിരുദ്ധമായി ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നു. എന്നാൽ അള്ളാഹു തആല പറഞ്ഞതുപോലെ ആവുകയും ആത്മാർത്ഥത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിൽ വിജയം ഉണ്ടാകുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.